ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസം വരാൻ പോവുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതിയിൽ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് പിതൃയജ്ഞം. സ്വാഭാവികമായും എല്ലാവരും കർക്കിടക മാസത്തിലെ വാവിന് പിതൃക്കൾക്ക് വേണ്ടി ബലി ഇടുന്ന ഒരു ശീലമുണ്ട്. അതേപോലെ തന്നെ ശിവരാത്രി നാളിലും ബലിയിടുന്ന ഒരു ശീലമുണ്ട്. തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ബലി ഇടുന്നത് കർക്കിടക മാസത്തിലാണ്. എന്നാൽ വടക്കോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ആലുവ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ശിവരാത്രിക്കാണ് ഏറ്റവും കൂടുതൽ ബലിയിടുന്നത്. അരുവിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത പുണ്യ സങ്കേതം. അവിടെ ഗുരു കുടിൽ കെട്ടി താമസം ആക്കുന്ന സമയത്തും ഈ ശങ്കരൻകാട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം, അവിടെ കർക്കിടക വാവ് ബലി അർപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം പേർ വരുമായിരുന്നു. അങ്ങനെ അതൊരു വാവൂട്ട് സംഘം ആയി പരിണമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP യോഗമൊക്കെ ഉള്ളത്. ആ സംഘടനയുടെ കീഴിൽ ധാരാളം അറിവിൻ്റെ ലോകം സാധാരണ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. തെറ്റായിട്ടുള്ള ധാരണകളെ മാറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ സംഘടന രൂപീകൃതമായത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ വാവ് ബലിക്ക് പല രീതിയിലുള്ള സങ്കല്പങ്ങളാണ് ബലിയിടുന്നവർക്കുള്ളത്. ഇന്നൊരു ചടങ്ങ് മാത്രമായി അതിനെ വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ബലിയിടണം, എന്നിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം, അതിനോടൊപ്പം കുറച്ച് ലഹരിയൊക്കെ കഴിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ പൂർവികർക്ക് വേണ്ടി ഗുരു തന്നെ പറയുന്നുണ്ട്, വിശ്വാസം ഉള്ളവർക്ക്, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു വിഷയമേ അല്ല. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവികർക്ക് വേണ്ടി കൊടുക്കുന്ന ആ ബലിതർപ്പണം, അതിൽ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ആ തർപ്പണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ അരുവിപ്പുറം ക്ഷേത്ര സന്നിധിയിലും ആയിരക്കണക്കിന് ആളുകളാണ് ബലിയിടുവാനായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് ആളുകൾ ഉപവാസം അല്ലെങ്കിൽ ഒരിക്കൽ എന്നൊക്കെ പറയും, അതൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ധാരാളം പേർക്കും BP-യും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ എടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും വിഷയമേ അല്ല. നമ്മുടെ ഭാവം, നമ്മളുടെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത നമ്മുടെ പൂർവികരായിട്ടുള്ള പല ആളുകൾക്കും വേണ്ടി സങ്കല്പിച്ച് ചെയ്യുന്ന കർമ്മമാണ്. അതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ജന്മനി അന്യജന്മനി ബാന്ധവാഹ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ഡം ദദാമ്യഹം. അപ്പോൾ ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലുമൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മരിച്ചു പോയിട്ടുള്ള ആ പൂർവികർക്ക് സദ്ഗതി കിട്ടുവാൻ വേണ്ടിയിട്ട്
കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് പിതൃലോകത്തേക്കാണ് പോകുന്നത്. ആ പിതൃലോകത്ത് എത്ര നാൾ ഉണ്ടാകുമെന്ന് നമ്മൾക്ക് കൃത്യമായ കണക്കില്ല. എപ്പോഴാണ് അവരുടെ പുണ്യത്തിൻ്റെ അനുസരിച്ച് അടുത്ത ലോകത്തേക്ക് മാറുന്നത് നമുക്കറിയില്ല. അപ്പോൾ ചിലർക്ക് അതങ്ങനെ തന്നെ കുറേ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കൃത്യമായിട്ടും അതിനെല്ലാവർക്കും വേണ്ടി സങ്കല്പിച്ചാണ് നമ്മൾ ഈ ബലിയിടുന്നത്. അപ്പോൾ ഓരോ ബലിയിടുന്ന ആളുകളും ആ ഒരു സങ്കല്പം ശക്തമായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ പറയുന്ന മന്ത്രങ്ങളുടെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മുടെ നേരിട്ട് ഉള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, അതുകൂടാതെ ആർക്കൊക്കെയാണോ എന്നിൽ നിന്നും ഈ കർമ്മം ഫലം അനുഭവിക്കേണ്ടതായിട്ടുള്ളത്, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് ഞാനിത് സമർപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു സങ്കല്പം ശക്തമായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ പിതൃലോകത്തു നിന്ന് അടുത്ത ലോകത്തേക്ക്, അവർ ഉപാസകന്മാരാണെങ്കിൽ ദേവതാലോകത്തേക്കും, അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഏതെല്ലാം രീതിയിൽ ഉള്ള വിശ്വാസം ഉപാസന ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ആശ്രയിച്ച് അവർ അടുത്ത ജന്മത്തിലേക്ക് മാറട്ടെ എന്ന് സങ്കല്പിച്ച് ഒക്കെ വേണം നമ്മൾ ബലിയിടുവാനായിട്ട്. അതിനുള്ള അവസരങ്ങൾ കൃത്യമായിട്ടുള്ള മന്ത്ര ഉച്ചാരണമൊക്കെ അരുവിപ്പുറം ക്ഷേത്ര സന്നിധിയിലുണ്ട്, അതേപോലെ ആലുവ അദ്വൈത ആശ്രമത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗുരുഭക്തരായിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ വന്ന് ബലിയിടുവാൻ, അതിൻ്റെ സങ്കല്പം പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുക. ഏവർക്കും നമസ്കാരം.